എന്തായാലും പാലക്കാട് കടലില്ലാത്ത ജില്ല ആയതുകൊണ്ടാണോ രാഹുലിന് അവിടെ നിർബാധം പ്രവർത്തിക്കാൻ കഴിച്ചതെന്ന് സംശയം ചിലപ്പോൾ നാട്ടുകാർക്ക് വരാം. അതൊക്കെ ഞാനും നാട്ടുകാർക്ക് വിടുകയാണ്. പക്ഷേ ജെയ്സി തോമസ്, ഞങ്ങൾ പാർട്ടിയുടെ രക്ഷകർത്തൃത്വം ഉപേക്ഷിച്ചതാണ്, ഞങ്ങൾ സംഘടനാപരമായ നടപടികൾ എടുത്ത് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പരാതി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പരാതി വന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇത്രയും ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിനപ്പുറത്തെന്ത്? തീർച്ചയായിട്ടും സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു മഹാഭൂരിപക്ഷം വരുന്ന മാന്യന്മാരായിട്ടുള്ള കോൺഗ്രസുകാർക്ക് ഉൾപ്പെടെ നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വിധിക്കപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ സത്യസന്ധമായും അദ്ദേഹത്തോട് സഹതാപം തോന്നാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ പേരെടുത്ത് പോലും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു പരാമർശത്തിനും ഈ ചർച്ചയിലേക്ക് വഴിതിരിച്ച് വിടണമെന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇമാതിരി ഒരു ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടിനെ ന്യായീകരിക്കാൻ അങ്ങന്നല്ല ലോകത്തിലെ ഏത് ഉന്നതനായ കോൺഗ്രസ് നേതാവ് വന്നാലും അവരോടൊക്കെ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ സമീപനം എന്തായിരിക്കും? അപ്പൊ അങ്ങ് വേറെ 100,000 കാര്യങ്ങൾ പറഞ്ഞു. ഏതോ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPIMന്റെ പ്രതിയില്ലേ, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ലേ, അല്ലെങ്കിൽ മറ്റു ചില പേരുകളില്ലേ. ഞാൻ പറഞ്ഞത്, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രതികളെ മത്സരിപ്പിച്ച അനുഭവം തിരിച്ചുണ്ട്. വേണമെങ്കിൽ ആ പേരുകാരന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ വാദത്തെ കണ്ടിക്കാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്താണ്? കാലിനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വിലയില്ല നിങ്ങളെ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക്, നിങ്ങൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾക്ക്. ഇവിടെ സംഭവിച്ചത് എന്താണ്? അൺയൂഷ്വൽ ആൻഡ് അൺപ്രസിഡന്റഡ് എന്ന് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറയും. എന്റെ പരിമിതമായ അറിവിലും ചരിത്രബോധത്തിലും കേരളത്തിലെ ഒരു സാംസ്കാരിക മത സാമുദായിക രാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തും അതിന്റെ ഏറ്റവും പ്രാഥമിക ഘടകം മുതൽ ഉന്നത ഘടകം വരെ എവിടെയും ഇമാതിരി ഒരു ആഗോള മാന്യൻ, നിങ്ങൾ പൂവിട്ട് പൂജിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ മുഖമായി, യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി കേരളത്തിലെ എല്ലായിടങ്ങളിലും നിങ്ങൾ ആഘോഷിച്ച് കൊണ്ടു നടന്നിട്ടുള്ള ഇമാതിരി ഒരു ആഗോള മാന്യൻ കോൺഗ്രസിന് ഇതേപോലെ ലഭിക്കാനില്ല. ഒരാൾ പോലും ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വരുന്നുമില്ല. കാരണം എന്താണ്? ഇതിന് ചരിത്രത്തിൽ സമീകരണങ്ങളില്ല, ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല. ആരെ നിങ്ങൾ കൂട്ടുപിടിച്ചാലും, ഏതു ജനപ്രതിനിധിയെയും ഏത് വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനയിലും നിങ്ങളുടെ സംഘടനയിലും പെട്ട ആരെയും ചേർത്ത് സമീകരിക്കാൻ ശ്രമിച്ചാലും ആ സമീകരണങ്ങളൊന്നും ഒത്തുപോവില്ല. എക്ലിപ്റ്റിക്കൽ പ്രത്യയശാസ്ത്രപദ തിയറി പഠിക്കുമ്പോൾ, ഫിലോസഫിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ദാർശനിക വാചകമുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? ഒരിക്കലും പരസ്പരം ചേരാൻ സാധ്യതയില്ലാത്ത രണ്ടു കാര്യങ്ങളെ തള്ളി പഴിപ്പിച്ച് ചേർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെ വെച്ച് സമീകരിക്കാനാ ശ്രമിക്കുന്നത്? ഏതോ കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് താൽക്കാലികമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് വർഷം ശിക്ഷ ലഭിക്കപ്പെട്ട ഒരാളും ലോകത്ത് സ്ത്രീവസ്ത്രം ചുറ്റിയ സകല സ്ത്രീകളോടും അധമമായി പെരുമാറുന്ന ഒരു ആഗോള മാന്യനും തമ്മിൽ എന്തു ബന്ധം, എന്ത് സമീകരണം, എന്തു താരതമ്യം അങ്ങേക്ക് പോലും മനസ്സിലാകുന്നില്ലേ? ഇത് വീക്ക് ആരുടെ മാസികയാണ്? മലയാള മനോരമയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന മാസികയല്ലേ? എന്തായിരുന്നു വീക്ക് അല്പമാസങ്ങൾക്ക് പുറകിൽ എഴുതിയത്? കംപ്ലൈന്റ് ഇൻക്ലൂഡ്സ് ദ ഡോക്ടർ ഓഫ് എ ഫോമർ കോൺഗ്രസ് MP. അങ്ങ് പേടിക്കണ്ട, കേരളത്തിലെ പ്രേക്ഷക സമൂഹമേ, നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. ഞാൻ ആ MP-യുടെ പേരെടുത്ത് പറയില്ല. ആ MP-യുടെ മകള്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ആരായിരുന്നു? കേരളത്തിലെ മുൻ കോൺഗ്രസ് MP-യുടെ മകൾ മലയാള മനോരമയുടെ ഇത് വീക്ക് വാർത്ത കൊടുത്ത് AICCക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് കരയേണ്ട വന്ന ആ MP-യും അദ്ദേഹത്തിന്റെ മകളും ആര്? അവരുടെ ജില്ല ഏത്? ഞാൻ പറയില്ല. പക്ഷെ അങ്ങ് മനസ്സിലാക്കണ്ടേ, അങ്ങയുടെ കൂടെ കൊടിപിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഈ മുൻ MP ഉൾപ്പെടെയുള്ളവരുടെ എത്ര വീടുകളിൽ കയറി ഈ ആഗോള അലവലാതി വൃത്തികേടുകൾ കാണിച്ചു? എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്നു, എന്നിട്ട് അതിനെയൊക്കെ നല്ലതെന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. കേരളത്തിൽ പ്രഥമ സ്ഥാനം മാർക്ക് റേറ്റിംഗിൽ അവകാശപ്പെടുന്ന എത്ര മാധ്യമ പ്രവർത്തകമാർ, വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ചാനലിൽപ്പെട്ട എത്ര മാധ്യമ പ്രവർത്തകമാർ, അവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ? അതിന്റെയൊക്കെ പരാതി കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും അച്ചടിച്ച പരാതികളായി വന്നിട്ടില്ലേ? എന്നിട്ട് ഒരു പരാതിയോ ഒരു പ്രശ്നമോ? ഞാൻ ആവർത്തിക്കട്ടെ കോൺഗ്രസ് നേതാവ്, നിങ്ങൾ ഒരു സംഘടനാ നടപടി എടുക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊരു അലങ്കാരമായി ഇദ്ദേഹത്തെ കൊണ്ടു നടക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ദിവസം അപൂർവ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. തുറവൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, പേര് ആന്റണി തോമസ്. ആ ആന്റണി തോമസ് അന്തസ്സുള്ള നല്ല കോൺഗ്രസ് പ്രവർത്തകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ഇന്നത്തെ ദിവസം അയാൾ ഒരു കാര്യം ചെയ്തു. ഇന്ന് കോൺഗ്രസിന്റെ ബഹുമാനിയായ പ്രതിനിധി ന്യായീകരിക്കാൻ എത്തിയിട്ടുള്ള ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടും അയാളും ഒപ്പം ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ് ചിത്രം വെച്ചിട്ടാണ് അല്പ ആഴ്ചകൾക്ക് പുറകിൽ വരെ അയാൾ വോട്ട് നേടിയത്.
ഇന്ന് ആ 15ാം വാർഡിൽ നിന്ന് ആ ചിത്രം അദ്ദേഹം വലിച്ചു കീറിക്കളഞ്ഞു. കാരണം ശരി. എന്താണ്? അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാന്യനായ രാജു പി നായർ, അങ്ങേക്ക് തുറവൂർ പഞ്ചായത്തിലെ 15ാം വാർഡിൽ മത്സരിക്കുന്ന ആന്റണി തോമസിന്റെ അത്രയെങ്കിലും നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് യാതൊരു വാശിയുമില്ല കേട്ടോ, എനിക്ക് യാതൊരു വാശിയുമില്ല. നിങ്ങൾ MLA രാജിവെപ്പിക്കേണ്ടതില്ല, നിങ്ങൾ അദ്ദേഹത്തെ സംഘടനാ നടപടിയും എടുക്കേണ്ടതില്ല. നിങ്ങൾ അദ്ദേഹത്തെ ഒരു അലങ്കാരമായി മണ്ഡലങ്ങളിലും കേരളത്തിന്റെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കൊണ്ടു നടന്ന് വോട്ട് ചോദിക്കണം. അതാണ് എന്റെ അഭിപ്രായം. കോൺഗ്രസ് അങ്ങ് തഴച്ച് വളരട്ടെ, ജനങ്ങൾ തിരിച്ചറിയട്ടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഔന്നിത്യമെന്ന് മഹത്വമെന്ന്.